ഒരു രക്ഷയില്ല, വേറെ ലെവൽ. വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ ചൂഫാങ്ങിൽ ഇതേ സൂപ്പും ഒരു സ്റ്റാർട്ടറും കഴിക്കാൻ വേണ്ടി വന്നേക്കണേ. ബീഫ് തുപ്പയും ക്രാക്ലിംഗ് സ്പിനാച്ച് ബീഫാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഡിഷ് വന്ന് ബീഫ് ക്രാക്ലിംഗ് സ്പിനാച്ച്, അല്ലെങ്കിൽ സ്പിനാച്ച് അല്ല ക്രാക്ലിംഗ് സ്പിനാച്ച് ബീഫ്. മാറിപ്പോയി, മൊത്തത്തിൽ ഒരു വലിയ ബ്ലങ്കാവെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. നല്ല ചൂടായിക്കോട്ടാ. ഞങ്ങൾ ഈ ഡിഷ് ഇപ്പം 3 തവണ കഴിച്ചു. 3 തവണ കിഡിലായിരുന്നു. വേറെ എവിടോ തരൂല. ഇവളെ കൊണ്ടുവരണ്ടായിരുന്നു, ഞാൻ തന്നെ ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഫ്രഞ്ച് ഫ്രൈസ് പോലെ മൊരിഞ്ഞ് പുറമെ, അലുവ പോലെ അകർന്ന്. ഇതുകൂട്ടി കത്ത ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട്. ഫുൾ ഹണി, എള്ള്, സ്പിനാച്ച്. ഇവിടെ തുപ്പ ബീഫ് 1/2 വന്നു. ഞങ്ങളുടെ തുപ്പയും വന്ന് 1/2 എന്ത് ക്വാണ്ടിറ്റി അല്ലേ. വടിച്ച തൂത്ത്, ഒരു രക്ഷയില്ലാത്ത ഡിഷാണ്, വേറെ ലെവൽ. ഇവിടുത്തെ ബെസ്റ്റ് ഡിഷ് എന്ന് ഞാൻ പ്രഖ്യാപിക്കും. ക്രിസ്പി ഔട്ട് സൈഡ്, സോഫ്റ്റ് ഇൻസൈഡ്. വേഗം കഴിച്ചോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. ആദ്യം ബ്രോത്ത് കുടിച്ചോട്ടെ. ബ്രോത്ത് കുടിക്കട്ടെ, മണം അടിപൊളി. ഓ സൂപ്പർ ട്ടാ, ഭയങ്കര ക്വാണ്ടിറ്റി. എനിക്ക് കണ്ടിട്ടുള്ളത് അലുവ റോമാൻസ് അലിഞ്ഞ് ഇടില്ല. ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് അടിച്ചാലും കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. വായിലേക്ക് എടുത്ത് വെക്കണേ മുന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈൽ കയ്യിലേക്ക് കൊടുത്തത്. അതുകൊണ്ട് അവൾ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതിന് ശേഷം കഴിച്ചത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ബീഫ് നാവിൽ വെച്ചപ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോയി. ആ ഫൈബറായിട്ട്. ക്രാക്ലിംഗ് സ്പിനാച്ച് ബീഫ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരെണ്ണം കൂടി പറഞ്ഞു. ഇവിടെ കളന്ന് മുളക്, അപ്പം ഞാൻ മുളകൊക്കെ കഴിച്ചത്. മുളക് വറുക്കുന്നത് രണ്ടാമത്തെ വന്നു. ഞങ്ങൾ തുപ്പയും കൂടി ചേർത്ത് മൊത്തത്തിൽ ഇവിടെ ഈ മുളകാണ്. ഇറപ്പാണ്, ഇതൊന്നും പറയാനില്ല. അത്ര ഇഷ്ടമുണ്ടാകുമ്പോൾ രണ്ടാമത് എടുത്തത്. അലിഞ്ഞു പോണേ. രണ്ടാമത്തെ പാത്രം ഞാൻ വടിച്ച് തൂത്ത്, ലിറ്ററലി വടിച്ച് തൂത്ത്. ഫിംഗർ ലിക്കിംഗ്ലി ഗുഡ്. സ്ഥിരം ഫുഡല്ലേ. ഇവൾക്ക് കാല് വയ്യ, അതാണ് നമ്മളിങ്ങനെ മുഖമ്മളാനതായിട്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൻ്റെ നേരെ സൈഡിലായിട്ടാണ്. ഇവിടുത്തെ നമ്മുടെ കേതൽസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ.